അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോൾ ദുൽഹിജ്ജ മാസമാണ്. ഇപ്പോൾ ഉളിഹിയത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ ഈ ഉളിഹിയത്ത് അറുത്ത മൃഗത്തിൻ്റെ തോലൊന്നും നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ സംശയം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പോത്തിനെ വാങ്ങി അല്ലെങ്കിൽ ആടിനെ വാങ്ങി, അപ്പോൾ അതിനെ കയറുണ്ടാവും. ഈ കയറ് അതുപോലെ ചില ആടുകളുടെ കഴുത്തിലും ഒക്കെ കാണാം, അങ്ങനെ മൂരികളുടെ കഴുത്തിൽ കാണാം അങ്ങനെ മണി തൂക്കിയിട്ട് ഇങ്ങനെ ആ മണി ഇങ്ങനെ കിലുങ്ങാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഈ സാധനങ്ങളൊക്കെ എങ്ങനെ വിൽക്കാൻ പറ്റുമോ? അത് ഇതിൽ പെടുമോ? ഈ തോലും ഇതൊക്കെ വിൽക്കുന്ന ആ ഹുക്കുമിൽ തന്നെയാണോ പെടുക? അല്ലാതെ വിൽക്കുന്നതുകൊണ്ട് വിരോധമില്ലേ? എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. ഉളുഹിയത്തറുക്കുന്ന മൃഗം, അതിൻ്റെ തോല്, ഉളുഹിയത്തറവ് നിർബന്ധമാണെങ്കിലും ഇനി സുന്നത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻ്റെ തോല് വിൽപ്പന പറ്റൂല. അങ്ങനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിൽപ്പന സ്വഹീഹല്ല, അത് കടുത്ത ഹറാമാണ്. ഉളുഹിയത്തിൻ്റെ കൂലി നഷ്ടപ്പെടുത്തി കളയും. എത്രത്തോളം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ സവാജിർ എന്ന കിതാബിലൊക്കെ അത് വൻപാപങ്ങളിൽ പെടുത്തണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നതുപോലെ തന്നെയാണ് അതിൻ്റെ കയറും അതിൻ്റെ ഈ പറയുന്ന കഴുത്തിൽ കെട്ടിക്കൊടുത്ത മണിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും വിൽപ്പന സഹിയാവില്ല, വിൽക്കാനും പറ്റൂല. സ്വതക്ക ചെയ്യാണ് വേണ്ടത്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്വതക്ക ചെയ്യണം. ഇപ്പോൾ സുന്നത്തായ ഉളുഹിയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വതക്കയിലാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഇങ്ങനെ ഒരു അധ്യായം തന്നെ, അതായത് ഉളുഹിയത്തിൻ്റെ തോല് മാത്രമല്ല, അതിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത കയറൊക്കെ അതൊക്കെ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അധ്യായം തന്നെ മഹാനിമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒക്കെ സ്വതക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ള ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ഹദീസ. സ്വഹീഹുൽ ബുഖാരിയുടെ 295 പേജിലായിട്ട് കിതാബുൽ ഹജ്ജിൽ നോക്കിയാൽ കിട്ടും ഒരു ബാബ് തന്നെ. എന്താണ്? ബാബുൻ യുതസദ്ദഖു ബിജിലാലിൽ ബുദ്നി. ഉണ്ടോ? ഒട്ടകത്തിൻ്റെ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വതക്ക എന്ന അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് 1718 ഹദീസ്. അവിടെ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നു. അലി റളിയല്ലാഹു പറയാണ്, റസൂലുള്ളാഹി 100 എൻ്റെ ഉളുഹിയത്ത് അറുത്ത സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഫഅമറനി ബി ലുഹൂമിഹാ ഫഖസംതുഹാ. ഉണ്ടോ? അതിൻ്റെ മാംസങ്ങളൊക്കെ എന്നോട് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ മാംസങ്ങളൊക്കെ വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സുമ്മ അമറനി ബി ജിലാലിഹാ ഫഖസമതുഹാ. അതിൻ്റെ ജിലാല് എന്ന് പറയുമ്പം അതിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന കയറ്, അതുപോലെ തന്നെ എങ്ങനെ അതിൻ്റെ കഴുത്തിലുണ്ടാകുന്ന അതൊക്കെ അതാണ് അതുകൊണ്ട് അർത്ഥം വെക്കേണ്ടത് എന്നുള്ളത് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇമാം സ്വഹീഹുൽ ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹുൽ ബുഖാരി എന്ന് വിശദീകരിച്ചു തൗശീഹിലൂടെ. തൗശീഹിൻ്റെ എൻ്റെ 2ാം വോള്യം ഇതിൻ്റെ 300ാമത്തെ പേജിലുണ്ടോ, അൽ ജിലാൽ എന്ന് പറയുമ്പോൾ ബി കസിറിൽ ജീമി വ തഖ്ഫീഫിൽ ലാമി ജുല്ലിന്റെ ജം ആണ് ജിലാല് ബിളമ്മിൽ ജീമി. ഇങ്ങോട്ട് പറഞ്ഞു, മാ യുത്രിഹു അലാ ലഹരിൽ ബഈരി മിൻ കിസാഇൻ വ നഹ്വിഹി. അതിൻ്റെ പുറത്ത് വിരിപ്പുന്ന വിരിപ്പ് വ നഹ്വിഹി. ഇനി അതുപോലത്തെ കയറാണെങ്കിൽ കയറ്, അതിനൊക്കെ ജിലാല് എന്ന് പറയും. അപ്പം അതിൻ്റെ കയറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാനത് വിതരണം ചെയ്തു. കാരണം 100 ഉളുഹിയത്തൊക്കെയാണ് അറുത്തത്, 100 ഒട്ടകത്തെ. അപ്പം അങ്ങനെയാണ് സമയത്ത് എത്രമാനം കയറുണ്ടാകും. അപ്പം അതൊക്കെ എൻ്റെ ഈ പറയുന്ന സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം ഞാനൊക്കെ സ്വതക്ക ചെയ്തു എന്ന് അലി റളിയല്ലാഹു പറഞ്ഞ ഹദീസ് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായിക്കൊണ്ട് പറയുന്നു, ഈ പറയുന്ന ഉളുഹിയത്തിൻ്റെ മൃഗത്തിൻ്റെ കയറ്, അതുപോലെ തന്നെ അതിൽ കെട്ടിക്കൊടുക്കുന്ന മണി, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സ്വതക്ക ചെയ്യുന്ന വേണം, അത് വിൽപ്പന സഹീഹാകൂല എന്ന് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിഹായയുടെ 6ാം വോള്യം ഇതിൻ്റെ 180 പേജിലുണ്ടോ, വയുന്തബുലഹു തസദ്ദുഖു ബിജിലാലിഹാ വ ഖലാഇദിഹാ. ഉണ്ടോ?
ഇതിനെ കൈത്തിൽ കെട്ടിക്കൊടുത്ത് ഈ മണി പോലത്തെ ആ വസ്തുക്കളെ പറ്റിയിട്ട് അതൊക്കെ സ്വതക്ക ചെയ്യണം. അതാണ് സുന്നത്ത് എന്നുള്ളത്. ഇതന്നെയാണ് തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനിമം ഷർവാനി റളിയല്ലാഹു അൻഹു ആശത്തു ഷർവാനിയിലും വ്യക്തമായിട്ട് പറയുന്നത്. ആശത്തു ഷർവാനിയുടെ 11-ാം വാള്യം ഇതിൻ്റെ 487-ാമത്തെ പേജിൽ വബി ജിലാലിഹ വ ഖലാഇദിഹ, അതൊക്കെ സ്വതക്ക ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സുന്നത്തായ ഉളുഹിയ്യത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നേർച്ചയാക്കിയാൽ പിന്നെ എല്ലാം കൊടുക്കേണ്ടി വരും പാവങ്ങൾക്ക്. നേരെ മറിച്ച് എൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്താണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും. തോലും പറ്റുമല്ലോ, തോലിൻ്റെ അതേ മസാല തന്നെയാണ്, വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലൊക്കെ നല്ലത് തോലും അതുപോലത്തെ ഇതിൻ്റെ കയറും അതിൻ്റെ മറ്റുള്ളതൊക്കെ അതൊക്കെ സ്വതക്ക ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ഇമാം ബർമാവി റളിയല്ലാഹു അൻഹു ആശത്തുൽ ബർമാവിയിൽ, അതായത് സക്കൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വൽ വഹാബ് വിശദീകരിച്ചുകൊണ്ട് ആശത്തുൽ ബർമാവിയുടെ 6-ാം വാള്യത്തിൻ്റെ 240-ാമത്തെ പേജിലും പറയുന്നു വ ഇൻകാന തസദ്ദുഖ് അഫ്ളല. അത് തുഹഫയിലൊക്കെ ഉള്ള തന്നെയാണിത്. ഏറ്റവും നല്ല എന്താണ് സ്വതക്ക ചെയ്യലാണ് എന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തോല് പോലെ തന്നെ, തോലെന്തായാലും വെക്കാറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തോല് പോലെ തന്നെയാണ് അതിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന കയറ്, അതിൻ്റെ മണി, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്താണ് ഇങ്ങനെ സ്വതക്ക ചെയ്യണം. ഇപ്പോൾ തോലിൻ്റെ ഹുക്കുമ തന്നെ അതിനും ബാധിക്കും എന്നർത്ഥം കേട്ടോ.